നമസ്കാരം എല്ലാവർക്കും ട്രാവോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ബാംഗ്ലൂർ നമ്മുടെ വീട്ടിലുള്ളത്. ഇന്ന് നമ്മളൊരു കോളേജിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ പോവാണ്. നമ്മളൊരു കോളേജ് വിസിറ്റ് ചെയ്യാൻ പോവാണ്. ഏത് കോളേജിലേക്കാണ് പോകുന്നത് എന്നുള്ളതും അതുകൂടാതെ നമ്മുടെ കുറേ നാൾക്ക് ശേഷം നമ്മുടെ ഫെയ്സി നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുണ്ട്. ഫെയ്സി ദുബായിലായിരുന്നു കുറച്ച് നാൾ. ഇപ്പോൾ വെക്കേഷനിൽ വന്നതാണ്. 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് ദുബായിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഫെയ്സി നമ്മുടെ വീഡിയോയിൽ വരുന്നു. അല്ലേ ഫെയ്സി? എങ്ങനെയുണ്ട്? എന്താ വിശേഷം? ഇന്ന് നമ്മുടെ ഏത് കോളേജിലാണ് നമ്മൾ പോണേ? യെസ്, RR ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഞാൻ ഫെയ്സി നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ബാംഗ്ലൂരിലെ ദാസറഹള്ളിയുള്ള ചിക്കബാനവര എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന RR ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അല്ലേ? ഓക്കെ, സോ എല്ലാവർക്കും ഒരു സ്വാഗതം പറയല്ലേ. അപ്പോൾ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും യെസ് സ്വാഗതം. RR Institutions, set up with the mission of imparting education to all sections of society, was established in the year 1993, converting the idea of providing high-quality education combined with excellent infrastructure into a reality in Indian context. നമ്മൾ RR ഇൻസ്റ്റിറ്റ്യൂഷൻ എഞ്ചിനീയറിംഗ് ക്യാമ്പസിലാണുള്ളത്. 2 വർഷം മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നൊരു നെഗറ്റീവ് പറഞ്ഞത് കോളേജൊക്കെ അടിപൊളിയാണ്, പക്ഷേ ഒരു ഏരിയ ഒരു ലോക്കൽ ഫീൽ ഉണ്ട് എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏരിയ ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ വന്നു, നല്ല ഏരിയ നല്ല ഡെവലപ്പ് ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുള്ള ആ ഒരു നെഗറ്റീവ്സൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അന്ന് വീഡിയോ കണ്ടവർ വീണ്ടും ചോദിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഷോട്ട് എടുക്കുന്നത്. ഏരിയ ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇപ്പം കോളേജും അടിപൊളിയാണ്, ഏരിയ അടിപൊളിയാണ്. 3 കിലോമീറ്റർ അടുത്തായിട്ട് ദാസറഹള്ളി മെട്രോ സ്റ്റേഷൻ വന്നു. അതായത് പഴയ ആ ഒരു ലോക്കൽ ഏരിയയിൽ നിന്നും മാറിയിട്ട് ഇപ്പോൾ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയുടെ ഭാഗമായിട്ട് ഈ ഏരിയയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ധൈര്യമായിട്ട് RR ചൂസ് ചെയ്യാൻ പറ്റും. പഴയ വീഡിയോയിൽ ആ പറഞ്ഞ നെഗറ്റീവൊക്കെ മാറിയിട്ടുണ്ട്. അത് കാണുന്നവരിനി ടെൻഷൻ അടിക്കേണ്ടതില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ വരാനുള്ളൊരു മറ്റൊരു കാരണം, എല്ലാ വർഷവും ഒരുപാട് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു അടിപൊളി വൈബ് RR ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഇന്നും RRൻ്റെ ഒരു വലിയ പ്രോഗ്രാം ഇവിടെ നടക്കുന്നുണ്ട്, RR ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ. അപ്പോൾ എനിക്ക് തോന്നി നമ്മൾ 2 വർഷമായിട്ട് ഒരു ഡീറ്റെയിൽഡ് ഒരു ക്യാമ്പസ് ടൂർ ചെയ്തിട്ടില്ലല്ലോ. അപ്പം ഒരു നല്ലൊരു ക്യാമ്പസ് ടൂർ ചെയ്യാം, അപ്പം പ്രോഗ്രാമൊക്കെ കാണാം എന്നൊക്കെ വിചാരിച്ചിട്ട് വന്നതാണ്. ഞാനും ഫെയ്സിയും ഉണ്ട് ഇന്ന്, എൻ്റെ കൂടെ ഫെയ്സിയും ഉണ്ട്. അപ്പോൾ രാത്രിയാണ് പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ പ്രോഗ്രാമിന് മുമ്പായിട്ട് നമുക്ക് ക്യാമ്പസൊക്കെ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ എടുത്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. RR ഇൻസ്റ്റിറ്റ്യൂഷന് 2 ക്യാമ്പസാണുള്ളത്. ഒന്ന് 100 മീറ്റർ ഗ്യാപ്പിൽ തന്നെയാണ് 2 ക്യാമ്പസുകൾ. ഒന്ന് എഞ്ചിനീയറിങ്ങിൻ്റെ ക്യാമ്പസും 2 നമ്മളുടെ സയൻസ് മാനേജ്മെൻറ്റ് കോഴ്സിൻ്റെ ക്യാമ്പസും. വലിയ ക്യാമ്പസാണ്, നല്ല ഇൻഫ്രാസ്ട്രക്ചർ, NAC അക്രഡിറ്റഡ് കോളേജാണ്. ആർക്കിടെക്ചർ, BArch പോലെയുള്ള എഞ്ചിനീയറിംഗ് കോഴ്സുകൾ മുഴുവൻ അവൈലബിൾ ആണ്. ഇന്നൊരു ഗ്രാൻഡ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ പിള്ളേരൊക്കെ ഒരു സെലിബ്രേഷൻ മൂഡിലാണ്. എല്ലാവരും റീൽസൊക്കെ എടുക്കുന്നുണ്ട് ഇവിടെ വന്നിട്ട്, അടിപൊളി ഡാൻസൊക്കെ കളിച്ചുകൊണ്ട്. മെയിനായിട്ട് എഞ്ചിനീയറിംഗ് കോഴ്സുകൾ നോക്കുന്നവർക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷനാണ്. അഫോർഡബിൾ ഫീസ് സ്ട്രക്ചറിൽ BTech ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കോളേജാണ്. BArch ഉൾപ്പെടെ ആർക്കിടെക്ചർ ഉൾപ്പെടെയുള്ള എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. NAC അക്രഡിറ്റഡ് കോളേജാണ്. BTechലെ എല്ലാ ബ്രാഞ്ചസും അവൈലബിൾ ആണ്. കൂടാതെ മാനേജ്മെൻറ്റ്, സയൻസ് മാനേജ്മെൻറ്റ് കോഴ്സുകളിൽ BCA, BBA മുതലുള്ള BCom മുതലുള്ള എല്ലാ കോഴ്സുണ്ട്. ഫോറൻസിക് സയൻസ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് BSc ഫോറൻസിക് സയൻസും MSc ഫോറൻസിക് സയൻസും അവൈലബിൾ ആണ്. ഫോറൻസിക്കിന് ബെസ്റ്റ് ഓപ്ഷനുകൾ ഒന്നുകൂടിയാണ് RR ഇൻസ്റ്റിറ്റ്യൂഷൻ. പിന്നെ മാനേജ്മെൻറ്റിൽ MBA, PG കോഴ്സിൽ MBA അവൈലബിൾ ആണ്. ഫാർമസി കോഴ്സ് നോക്കുന്നവർക്കും DPharm, BPharm, PharmD തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾ, അതിൽ തന്നെ മാസ്റ്റേഴ്സിൽ MPharm അവൈലബിൾ ആണ്. ഇനി നഴ്സിംഗ്, അലൈഡ് ഹെൽത്ത് കോഴ്സുകൾ നോക്കുന്നവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നഴ്സിംഗ് ബ്ലോക്ക് വരുന്നത് എഞ്ചിനീയറിംഗ് ബ്ലോക്കിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് മറ്റൊരു ക്യാമ്പസായിട്ടാണ്. ഇവിടെ BSc നഴ്സിംഗ്, ജനറൽ നഴ്സിംഗ്, അതുപോലെ അലൈഡ് ഹെൽത്ത് കോഴ്സിൽ OT, AT പോലെയുള്ള റേഡിയോ തെറാപ്പി, റേഡിയോളജി, MIT, കാർഡിയാക് കെയർ, പെർഫ്യൂഷൻ ടെക്നോളജി തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾ, BPT തുടങ്ങിയിട്ടുള്ള അലൈഡ് ഹെൽത്ത് കോഴ്സുകൾ. പിന്നെ
ജനറൽ നഴ്സിംഗ്, പോസ്റ്റ് BSc നഴ്സിംഗ്, BSc നഴ്സിംഗ്, MSc നഴ്സിംഗ് തുടങ്ങിയിട്ടുള്ള നഴ്സിംഗ് കോഴ്സുകളൊക്കെ നഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ആയിട്ടാണ് ബോയ്സിൻ്റെ ഹോസ്റ്റൽ സ്ഥിതി ചെയ്യുന്നത്. ഗേൾസ് ഹോസ്റ്റൽ ക്യാമ്പസിൻ്റെ അകത്ത് തന്നെയാണ്. ബോയ്സ് ഹോസ്റ്റൽ ക്യാമ്പസിൻ്റെ പുറത്ത് നഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റായിട്ട് എഞ്ചിനീയറിംഗ് ക്യാമ്പസിന് ചേർന്നുകൊണ്ടാണ് ബോയ്സ് ഹോസ്റ്റൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ RR ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വലിയൊരു പ്രോഗ്രാം ഇന്ന് നടക്കുകയാണ്. കലാതരംഗ 2K24 എന്ന പേരിൽ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. Inauguration ceremony of Anamutsavam 2024 under the banner of Kalataranga 2024 Excellent Talent on one stage. Come on, give it up. നമ്മളിപ്പോൾ ഉള്ളത് സയൻസ് മാനേജ്മെൻറ്റ് ക്യാമ്പസിലാണ്. നേരത്തെ നമ്മൾ പോയത് എൻജിനീയറിംഗ് ക്യാമ്പസിലായിരുന്നു. അവിടെ നിന്ന് ജസ്റ്റ് 50 മീറ്റർ മാറിയിട്ടാണ് സയൻസ് മാനേജ്മെൻറ്റ് ക്യാമ്പസ് ഉള്ളത്. അതും വലിയൊരു ക്യാമ്പസാണ്. അവിടെ ഇന്നത്തെ പ്രോഗ്രാം നടക്കുന്നത് അവിടുത്തെ ഗ്രൗണ്ടിലാണ്. നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കളർഫുൾ ആക്കിയിട്ടുണ്ട്. പിള്ളേരൊക്കെ വൈകുന്നേരം 5 മണിയോടുകൂടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പിള്ളേരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 4 മണിയായി. അപ്പം ഗ്രാൻഡ് പരിപാടിയാണ്. DJ-യും കാര്യങ്ങളൊക്കെ ആയിട്ട് തകർപ്പൻ പരിപാടികളാണ്. ഇവിടെ മാനേജ്മെൻറ്റ് കോഴ്സുകൾ, സയൻസ് കോഴ്സുകൾ, അതുപോലെ ഫാർമസി കോഴ്സുകളൊക്കെ റൺ ചെയ്യുന്നത് ഈ ഒരു ക്യാമ്പസിലാണ്. മാനേജ്മെൻറ്റ് കോഴ്സുകളിൽ BCA, BBA, BCom തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾ, അതുപോലെ MBA കോഴ്സുകളൊക്കെ മാനേജ്മെൻറ്റ് സയൻസ് കോഴ്സുകളുടെ അണ്ടറിൽ റൺ ചെയ്യുന്നു. ഇനി ഫാർമസി കോഴ്സുകളാണെങ്കിൽ BPharm, DPharm, അതുപോലെ PharmD കോഴ്സുകൾ, അതുപോലെ മാസ്റ്റർ ഡിഗ്രിയിൽ MPharm കോഴ്സുകളും ഇവിടെ റൺ ചെയ്യുന്നുണ്ട്. BCA കോഴ്സിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, സൈബർ സെക്യൂരിറ്റി പോലെയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആഡ് ഓൺ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഒപ്പം BBA-ലാണെങ്കിൽ ആഡ് ഓൺ പ്രോഗ്രാംസ് ഉണ്ട്. BBA ഏവിയേഷൻ പ്രോഗ്രാം റൺ ചെയ്യുന്നുണ്ട്. പിന്നെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഫോറൻസിക് കോഴ്സ്, അതായത് BSc-യിൽ ഫോറൻസിക് സയൻസ്, അതുപോലെ മാസ്റ്റർ ഡിഗ്രിയിൽ MSc ഫോറൻസിക് സയൻസും RR ഇൻസ്റ്റിറ്റ്യൂഷനിൽ റൺ ചെയ്യുന്നുണ്ട്. ഫോറൻസിക് സയൻസ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും മികച്ച ഒരു ഓപ്ഷനാണ് RR ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ UG കോഴ്സുകൾക്കും PG കോഴ്സുകൾക്കും നഴ്സിംഗ് അലൈഡ് കോഴ്സുകൾക്കും എഞ്ചിനീയറിങ്ങിനൊക്കെ എല്ലാ കോഴ്സുകൾക്കും ബെസ്റ്റ് ഓപ്ഷനുകളിൽ ഒന്നാണ് RR ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഈ വർഷത്തെ അഡ്മിഷൻ പ്രീ ബുക്കിംഗ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം മികച്ചൊരു കോളേജിൽ അടിപൊളി അക്കാഡമിക്സിൽ നല്ല ക്യാമ്പസ് ആംബിയൻസിൽ വൈബിൽ പ്രോഗ്രാം ആക്ടിവിറ്റീസിലൊക്കെ നല്ലൊരു ക്യാമ്പസ് ലൈഫ് കിട്ടുന്ന രീതിയിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, പെട്ടെന്ന് വിളിച്ചോ. എല്ലാ വർഷവും RR നടക്കുന്ന ഒരു ഗ്രാൻഡ് പ്രോഗ്രാമാണിത്. ഇവിടെ സ്റ്റേജിലെ ഫൈനൽ സെറ്റിങ്സ് ഒക്കെ നടന്നു കൊടുക്കുന്നു. മൈക്കിൻ്റെയും അതുപോലെ ലൈറ്റിങ്ങിൻ്റെ ഒക്കെ ഒരു ഫൈനൽ സെറ്റിങ്സ് ഒക്കെ നടന്നു കൊടുക്കുന്നു. ഒരു സ്ട്രീറ്റ് ഫുഡ് എന്നുള്ള രീതിയിൽ ഒരു ഫുഡ് സ്റ്റാളുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും ഫുഡ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നടന്നു കൊടുക്കുന്നു. നമ്മുടെ നാടൻ വിഭവങ്ങളായ ഉപ്പിലിട്ട മാങ്ങ, പൈനാപ്പിളൊക്കെ ഇങ്ങനെ അതിൽ വെള്ളം വരുന്നുണ്ട്. മുളകൊക്കെ ഇട്ടിട്ട് ഒക്കെ സെറ്റായി വന്നിട്ട് ഓരോ ഫുഡ് സ്റ്റാളുകളൊക്കെ സെറ്റായി വരുന്നു. സ്റ്റേജിൻ്റെ പ്രോഗ്രാം ഫൈനൽ സെറ്റിങ്സ്, ലൈറ്റിംഗ് ഒക്കെ ഫൈനൽ സെറ്റിങ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം അടിപൊളി ഒരു ഗ്രാൻഡ് പ്രോഗ്രാമാണ്. എല്ലാ വർഷവും നടക്കാറുണ്ട്. അപ്പം ഈ വർഷവും ഗ്രാൻഡ് പരിപാടിയായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വർഷത്തെ അഡ്മിഷൻ പ്രീ ബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ടാഗ് ലൈനിലും ഡിസ്ക്രിപ്ഷനിലും എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഡിലേ ആക്കാതെ തന്നെ പെട്ടെന്ന് ഫില്ലാവുന്ന കോളേജാണ്. ഡിലേ ആക്കാതെ തന്നെ പെട്ടെന്ന് വിളിച്ച് ഒരു 10,000 രൂപ കോളേജിൻ്റെ അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് സീറ്റ് ബുക്ക് ചെയ്യാം. അടക്കുന്ന പൈസ നിങ്ങളുടെ ഫസ്റ്റ് ഇയർ ഫീസിലേക്ക് അഡ്വാൻസ് പേയ്മെൻ്റ് ആണ്, നിങ്ങളുടെ ടോട്ടൽ ഫീസിൽ മൈനസ് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് വിളിച്ചോ, നിങ്ങളുടെ സീറ്റ് ഉറപ്പ് വരുത്തിക്കോ. അപ്പോൾ സാനി അയ്യപ്പനൊക്കെ വരുന്ന ഒരു അടിപൊളി പ്രോഗ്രാമിൻ്റെ പ്രധാനപ്പെട്ട വിഷ്വൽസൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. ദിസ് ഇസ് മനാഫ് സൈനിങ് ഓഫ്. താങ്ക് യു.
Hindi na lang